ഹായ് ഫ്രണ്ട്സ്, എംആർലാൽ വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് ഉത്സവത്തിൻ്റെ വീഡിയോ ആണേ. ഉത്സവം കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമായി, എന്നാലും നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാതിരിക്കാൻ നിവർത്തിയില്ലല്ലോ. അണ്ണൻ ഞങ്ങളെ കൊണ്ട് നിർത്തിയിട്ട് വണ്ടി വെക്കാനായിട്ട് പോയപ്പോഴത്തേക്കും ഞാൻ താണ്ട മൈതാനത്തൊക്കെ ഒന്ന് വീഡിയോ എടുത്തതാണേ. കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ ആദ്യം വന്നപ്പോൾ അവിടെ ശൂന്യമായിട്ടാണല്ലോ നമ്മൾ കാണിച്ചത്. ഈ പ്രാവശ്യം അത്യാവശ്യം ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ താമസിച്ചാണേ വന്നത്. അമ്മയും നീലുക്കുട്ടിയും സിദ്ധുക്കുട്ടനും രമ്യയൊക്കെ താണ്ടേ ഇവിടെ നിൽക്കുന്നത് കണ്ടോ. കുഞ്ഞണ്ണ നേരത്തെ അങ്ങ് കുതിര എടുക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. മണിയണ്ണൻ ഞങ്ങളെ അവിടെ കൊണ്ട് നിർത്തിയിട്ട് അണ്ണനും പോയി തിരിച്ച് ഇതേ സ്ഥലത്ത് വന്ന് നിൽക്കണം എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ പോകുന്നത്. ഞങ്ങൾ താമസിച്ചെത്തിയത് കൊണ്ട് 2 കുതിര താണ്ട ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കും മേളിൽ കയറിയിട്ടുണ്ടായിരുന്നു. ആദ്യം താണ്ട പഴയാർ മറവൂർ കുതിര ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുകയായിരുന്നു. തൊട്ട് പിറകെ നമ്മുടെ സ്വന്തം കുതിര താഴമേഖല കുതിര കയറി ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. ഞാൻ നടന്നുകൊണ്ട് വീഡിയോ എടുക്കുന്നുണ്ടാണ് കേട്ടോ കുറച്ച് കുലുക്കമൊക്കെ വരുന്നത്. ഈ പ്രാവശ്യത്തേക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്തേക്കണേ. അമ്മയും അമ്മയും പിള്ളേരെയും അവിടെ ഒരു സൈഡിൽ കൊണ്ട് നിർത്തിയിട്ട് ഞാൻ പിന്നെ താണ്ട ചിമലയുടെ താഴേന്ന് ഇങ്ങനെ കുതിരയെടുത്ത് മേപ്പോട്ട് വരുന്നത് വീഡിയോ എടുക്കാനായിട്ട് വന്നതാണേ. ചിറ്റുമല ഉത്സവത്തിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഭാഗമാണ് കേട്ടോ ഈ മലയുടെ താഴേന്ന് മേലോട്ട് ഇങ്ങനെ കുതിര വരുന്നത് കാണാനായിട്ട്. ഇപ്രാവശ്യം നമ്മൾ ട്രൈപ്പോഡൊക്കെ ആയിട്ട് വന്നതുകൊണ്ട് ഇത്രയെങ്കിലും എനിക്ക് എടുക്കാൻ പറ്റി. എൻ്റെ പൊന്നോ, അങ്ങോട്ട് പോയി നിൽക്കാൻ പോലും സ്ഥലമില്ലായിരുന്നു. അമ്മാതിരി ജനമായിരുന്നു കേട്ടോ. തലയ്ക്കും ഇതേ ട്രൈപ്പോഡൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുമായിരുന്നു ഞാൻ. എങ്ങനെ അതിനകത്ത് കുതിര തെളിഞ്ഞ് വരുന്നു എന്ന് പോലും എനിക്ക് കാണാൻ വയ്യായിരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്തേ ഞാനൊരൊറ്റ കുതിരയാണ് അതിനകത്ത് കണ്ടത്. ഇപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് പുറവിനൊരു കുതിര കൂടി ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായത്. അപ്പോൾ 2 കുതിരയെ കണ്ടല്ലോ നമ്മൾ. ആദ്യത്തെ കുതിരയും രണ്ടാമത്തെ കുതിരയുമാണ് അമ്പലത്തിലോട്ട് കയറുന്നത് നമ്മൾ കണ്ടത്. ഇത് 3ാമത്തെയും 4ാമത്തെയും കുതിരയാണ് ഈ വന്നുകൊണ്ടിരിക്കുന്നത്. മൊത്തം 7 കുതിര ഉണ്ടായിരുന്നേ. ഈ 7 കുതിര കയറുന്നവരെ ഞാൻ ഇവിടെ നിൽക്കണമെങ്കിൽ അത് വല്ലാത്ത ബുദ്ധിമുട്ടാണ്. നമ്മുടെ ആരോഗ്യത്തിനെ അത് സാരമായിട്ട് ബാധിക്കും എന്നുള്ളത് കൊണ്ട് പിന്നെ ഞാൻ താണ്ട വീണ്ടും അമ്പലത്തിൻ്റെ അകത്തേക്ക് വന്നേ. അകത്തേക്ക് വന്നപ്പോൾ നമ്മുടെ താഴെ മേഖല കുതിര താണ്ട ആദ്യത്തെ വലം വെച്ച് ഒരു രാജാവിൻ്റെ പ്രൗഢിയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. പഴയാർ മറവൂർ കുതിര ക്ഷേത്രത്തിലേക്ക് ആദ്യം പ്രവേശിച്ചെങ്കിലും ഇപ്രാവശ്യവും ചിറ്റുമലയമ്മയെ 3 വലം വെച്ച് ഒന്നാമതെത്തിയ കുതിരയും ചിറ്റുമലയമ്മയെ 3 വലം വെച്ച ഏക കുതിര എന്ന പേരും നമ്മൾ താഴെ മേഖല തന്നെ നിലനിർത്തി. വരുന്ന വരക്കം കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ ഒരു രാജാവിൻ്റെ പ്രൗഢിയിലല്ലേ ആൾ വരുന്നത്. അങ്ങനെ നിച്ചിക്കുട്ടനും കുതിര എടുക്കാനായിട്ടുണ്ടായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ ഈ താഴെ മേഖല കുതിരയുടെ പുറവിന് ഓടി നടക്കുമായിരുന്നേ ഈ വീഡിയോ ഒരു വലം വെക്കുന്നത് മുഴുവൻ പകർത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ താഴെ മേഖല കുതിര ആദ്യ വലം വെച്ച് അമ്മയുടെ തിരുസന്നിധിയിലേക്ക് എത്തി അമ്മയെ മുഖം കാണിക്കുന്ന ദൃശ്യങ്ങളാണ് ഇത്. എടുത്തിട്ട് ഇങ്ങോട്ട് വന്നപ്പോഴത്തെ മണിയൻ്റെ ചേട്ടനും മോളും കൊച്ചുമോനോട് വന്നേ. പൊന്നിയാണേ അത്. പൊന്നിയും പൊന്നിയുടെ മോൻ ആദ്യക്കുട്ടനുമാണ്. ഏട്ടൻ കുതിര എടുക്കുന്നതൊക്കെ നോക്കി അവിടെ നിൽക്കുമായിരുന്നേ. ആ സമയത്ത് ഞങ്ങൾ അങ്ങൊരു സെൽഫി എടുത്തു. അപ്പോഴേക്കും എൻ്റെ പഴയാർ മറവൂർ കുതിര അതിൻ്റെ ആദ്യത്തെ വലത്ത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് വരുമായിരുന്നു. ആ സമയം തന്നെ തൊട്ടടുത്തുകൂടി നമ്മുടെ താഴെ മേഖല കുതിര 2ാമത്തെ വലത്ത് വെച്ച് ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. നമ്മുടെ കുതിരയുടെ 3ാമത്തെ വലം വെക്കുന്നത് കാണാൻ നിൽക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴത്തേക്കും പിള്ളേർ സമ്മതിച്ചില്ല കേട്ടോ. അവർക്ക് ഉത്സവം എന്ന് പറഞ്ഞാൽ ഐസ്ക്രീം ഒക്കെ അല്ലേ, ഐസ്ക്രീം മേടിക്കണം, ടോയ്സ് മേടിക്കണം പറഞ്ഞാൽ നല്ല ബഹളം തുടങ്ങിയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ നമ്മൾ വെളിയിലോട്ട് ഇറങ്ങി ഇങ്ങനെ വരാമെന്ന് വിചാരിച്ച് ഇങ്ങനെ വന്നപ്പോഴത്തേക്കും നമ്മുടെ 3ാമത്തെ കുതിര ചിറ്റുമല കുതിര കയറുന്നുണ്ടായിരുന്നു. അതായത് നമ്മൾ നേരത്തെ കണ്ടില്ലേ താഴെ ഇങ്ങനെ കയറി വന്ന കുതിര അതിങ്ങനെ അമ്പലത്തിലേക്ക് പ്രവേശിക്കുമായിരുന്നു. പിന്നെ അപ്പോൾ ഇതൂടെ വീഡിയോ എടുക്കട്ടെ മക്കളെ എന്ന് പറഞ്ഞ് മക്കളെ ഇച്ചിരി പിടിച്ച് നിർത്തിയിട്ട് അതൊന്ന് വീഡിയോ എടുത്ത് കുറച്ച് നേരം കൂടി അവിടെ നിന്നേ.
അമ്പലത്തിലേക്ക് വന്നപ്പോൾ നമ്മുടെ പള്ളിവാസൽ കുതിര കിടക്കുന്നുണ്ടായിരുന്നു. ഇത് നമ്മുടെ കല്ലട വലിയ പള്ളിയിൽ നിന്ന് വരുന്നതാണ്. ഇത് കയറിയതിന് ശേഷം മാത്രമേ വേറെ ഏത് കെട്ടുകാഴ്ചകളും ചുറ്റുമല അമ്പലത്തിലേക്ക് പ്രവേശിക്കുകയുള്ളൂ. പിന്നെ അവിടെ കിടന്ന ഒരു ഫ്ലോട്ടോടി വീഡിയോ എടുത്ത് ഇപ്രാവശ്യം എനിക്ക് അധികം കെട്ടുകാഴ്ചകളൊന്നും ഉൾപ്പെടുത്താൻ പറ്റിയില്ല കേട്ടോ. കാരണം ഭയങ്കര തിരക്കായിരുന്നു. കുഞ്ഞുങ്ങളെയും കൊണ്ട് അവിടെ നിൽക്കാൻ തന്നെ നല്ല ബുദ്ധിമുട്ടായിരുന്നേ. ചുറ്റമ്പലത്തിനകത്തുള്ള കുതിരയെടുപ്പ് വെളിയിൽ മൈതാനത്ത് നിൽക്കുന്നവർക്ക് കാണാൻ വേണ്ടിയിട്ട് മൈതാനത്ത് നല്ല വലിയൊരു സ്ക്രീൻ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. കട കിട്ടിയപ്പോൾ പിന്നെ ഏത് ഫ്ലേവർ ഐസ്ക്രീം വാങ്ങിക്കും എന്നുള്ള കൺഫ്യൂഷനായിരുന്നു കുറച്ച് നേരം. അങ്ങനെ ഒരാൾ ബ്ലൂബെറി മേടിച്ചപ്പോൾ പിന്നെ അടുത്താക്കും അത് മതി എന്ന് പറഞ്ഞ് അവസാനം അത് അങ്ങോട്ട് ഫിക്സ് ചെയ്തു. പിള്ളേർക്ക് രണ്ടിനും ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്തിട്ട് പിന്നെ നമ്മൾ കണ്ടേ ഞാനും രമ്യ അമ്മയും കൂടെ കുലുക്കി സർബത്ത് കുടിക്കാൻ വന്നതാണ്. കിവിയുടെ കുലുക്കി സർബത്താണ് കേട്ടോ വാങ്ങിച്ചത്. അത്രയ്ക്ക് അങ്ങോട്ട് പോരായിരുന്നു എന്ന് വേണം പറയാൻ. എനിക്കത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. പണ്ടൊക്കെ ഉണ്ടല്ലോ ഞങ്ങളുടെ അമ്മ ഈ വക സാധനങ്ങളൊന്നും കഴിക്കത്തില്ലേ. ആകപ്പാടെ ഉത്സവത്തിന് വന്ന സേമിയ മാത്രമാണ് കഴിക്കുന്നത്. ഈ പ്രാവശ്യം ഞങ്ങളുടെ കൂടെ എല്ലാ ഉത്സവത്തിനും വന്നിട്ട് എല്ലാത്തിലും നമ്മുടെ കൂടെ നിന്നതുകൊണ്ട് നമുക്ക് വല്ലാത്തൊരു സന്തോഷമായിരുന്നേ. ഈ പ്രാവശ്യം കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ കുറേ ഏരിയകളുണ്ടായിരുന്നേ. പിന്നെ പിള്ളേരെയും കൊണ്ട് അങ്ങോട്ടാണേ വന്നത്. അവർക്ക് തണ്ട ഈ ഒരു റൈഡിൽ കയറണമെന്ന് പറഞ്ഞുകൊണ്ട് ടിക്കറ്റൊക്കെ എടുത്തിട്ട് അവിടെ വെയിറ്റ് ചെയ്യുമായിരുന്നു. സമയത്ത് നമ്മുടെ ബാക്കി കുതിരകളൊക്കെ തണ്ട അമ്പലത്തിൽ ഇങ്ങനെ ചുറ്റുന്നുണ്ടായിരുന്നു. അത് ഞാൻ വെളിയിൽ നിന്ന് ഇങ്ങനെ പകർത്തിയെടുത്തതാണ്. എൻ്റെ ഫോണിൽ അത് എത്രത്തോളം ക്ലാരിറ്റി ഉണ്ടെന്ന് എനിക്ക് അറിയില്ല. എന്നാലും നമ്മൾ ചെയ്യുന്ന ജോലി അതിൻ്റെ മാക്സിമം ലെവൽ ഭംഗിയായിട്ട് നമ്മൾ ചെയ്യാൻ ശ്രമിക്കണമല്ലോ. അതുകൊണ്ട് ഞാൻ സൂം ചെയ്തെടുത്തേ കേട്ടോ. അങ്ങനെ വെയിറ്റ് ചെയ്ത് നീലൂട്ടിക്ക് സിദ്ധുട്ടനോട് തണ്ട ഒരു കാറാണ് കേട്ടോ കിട്ടിയത്. 2 ടിക്കറ്റ് എടുത്തെങ്കിലും 2 പേർ കൂടി ഒരു കാറേ കിട്ടിയുള്ളൂ. കിട്ടിയതാവട്ടെ എന്ന് കരുതി 2 പേരെ അതിനകത്ത് കയറ്റിയത്. കാരണം അത്രയും നേരം നമ്മളവിടെ നിന്നിട്ടുണ്ടായിരുന്നേ. ഭയങ്കര ക്യൂ ആണ് ഈ ഭാഗത്തൊക്കെ. പിന്നെ തൻ്റെ കോളിഫ്ലവർ ബജ്ജി വാങ്ങിക്കാനായിട്ട് വന്നേ. എൻ്റെ പൊന്നോ, അവിടെ ക്യൂ നിന്ന് ആൾക്കാർ തമ്മിൽ അടി വരെയായി കേട്ടോ. എന്തായാലും അവസാനം നമുക്ക് കിട്ടിയ ഒരു പാക്കറ്റ് അതുകൊണ്ട് നമ്മളിങ്ങി പോരുന്നേ. ബജ്ജിയൊക്കെ മേടിച്ച് അവിടെ നിന്നപ്പോൾ തൻ്റെ റോഡിൽ കൂടെ വീണ്ടും കെട്ടുകാഴ്ചകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ അവിടെ നിന്നൊന്ന് വീഡിയോ എടുത്തതാണേ. പിന്നെ നമ്മൾ പിള്ളേരുടെ മെയിൻ ഭാഗത്തേക്ക് വന്നതാണ്. അവർക്ക് ടോയ്സ് മേടിക്കാനായിട്ടൊക്കെ വന്നതാണേ. എൻ്റെ പൊന്നോ, പോയി പിടിക്കുന്ന എല്ലാം വില കൂടി ഐറ്റത്തിലായിരുന്നേ. അവസാനം നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്നത് വാങ്ങിച്ച് അവിടെ നിന്നും പോരുന്നു. പിന്നെ അമ്മയുടെ എപ്പോഴത്തെയും ഫേവറേറ്റ് ആയ സേമിയ പോയി വാങ്ങിച്ചാണ്. വാങ്ങിക്കാൻ പോകുന്നതിന് മുമ്പ് നീരൂട്ടിയെടുത്ത് വേണമെന്ന് വെച്ചപ്പോൾ വേണ്ടാന്ന് പറഞ്ഞേ. പിന്നെ അതിൻ്റെ ടേസ്റ്റ് അറിഞ്ഞപ്പോൾ കുഞ്ഞും അമ്മയുടെ കൂടെ നിന്ന് ഇങ്ങനെ കുടിക്കുമായിരുന്നേ. അപ്പോഴത്തേക്കും നമ്മുടെ ആകാശപൂരമൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നേ. ഈ ആകാശപൂരം ഉണ്ടല്ലോ, എവിടെ കണ്ടാലും ഞാൻ വീഡിയോ എടുക്കും. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടം ഇത് കാണാനായിട്ട്. പിന്നെ നമ്മൾ കണ്ട് ഉത്സവം കഴിഞ്ഞ് വരുന്ന വഴിക്കാണ്ട് ഉത്സവത്തിന് ഇവിടെ ആറാട്ട് പോകുന്നതും വലിയൊരു ആഘോഷമാണ്. ആ ആറാട്ട് വരുന്ന വഴിയിൽ ഇങ്ങനെ ഗാനമേളകളൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ വീഡിയോ ഒന്ന് എടുത്തതാണേ. വീട്ടിലെത്തിയപ്പോൾ ഏതാണ്ട് തണ്ണിമത്തൻ അരിഞ്ഞ് എല്ലാവരും കഴിച്ചു കേട്ടോ. കാരണം വന്നപ്പോൾ എല്ലാവരും കുഴഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഫുഡൊക്കെ കഴിച്ചൊന്ന് ഫ്രഷ് ആയ ശേഷം ഞങ്ങൾ വീണ്ടും എന്താണ്ട് ആറാട്ട് കാണാനായിട്ട് പോയതാണേ. റോഡിൻ്റെ 2 സൈഡിലും എല്ലാവരും ഇങ്ങനെ വിളക്കൊക്കെ കത്തിച്ച് ആറാട്ടിനെ എതിരേൽക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുമായിരുന്നു. ഞങ്ങൾ ചെന്നപ്പോഴേ ആറാട്ടാണ്ട് എത്തി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആറാട്ടിനെ പറ്റി കൂടുതൽ പറയാനൊന്നും എനിക്കറിയില്ല. എന്നാൽ അമ്മയുടെ വിഗ്രഹമാണ് കേട്ടോ, ചുറ്റുമല അമ്മയാണ് അതിനകത്ത് ഇങ്ങനെ കൊണ്ടുവരുന്നത്. അത്രയും മാത്രം അറിയാവേ. ഞാൻ കുതിരയെടുപ്പിൻ്റെ സമയത്ത് ഒരു കുതിര കാണിച്ചിരുന്നല്ലോ, പള്ളിവാസൽ കുതിര. ആ കുതിരയാണ് കേട്ടോ ആറാട്ടിന് അകമ്പടി സേവിച്ച് പോകുന്നത്.
ഇന്ന് ആറാട്ട് പോരുന്നപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മളും പുറവിന് പോരുമായിരുന്നേ. പുറവിന് വന്നത് വേറൊന്നിനും അല്ലേ, ഇതാണ് ഇവിടെ വന്ന് ഇങ്ങനെ ഒരു വെയിറ്റ് ചെയ്യുമായിരുന്നു. അടുത്തടുത്തോട്ട് ആറാട്ട് വരുമ്പോഴത്തേക്ക് അമ്മയെ നല്ല വൃത്തിക്കൊന്ന് തൊഴാൻ വേണ്ടിയിട്ട് നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ നല്ലോണം തൊഴാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ വെയിറ്റ് ചെയ്തിരുന്ന സ്ഥലത്ത് വന്നപ്പോഴേക്കും അമ്മയെ നല്ല വൃത്തിക്ക് തൊഴുതിട്ട് പിന്നെ നമ്മൾ നേരെ വന്നതുണ്ട് ആറാട്ട് കടവിലേക്കാണേ. തിരിച്ച് വന്നപ്പോഴേക്കും അണ്ണൻ പണ്ട് അവർ ആറാട്ട് കടവിൽ പോകുന്ന കാര്യങ്ങളും ഒക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരുന്നു. അപ്പം ഞാൻ ഇങ്ങനെ അത് കേട്ടിരുന്നപ്പോൾ എന്നാൽ പിന്നെ വായോ ആറാട്ട് കട കൂടെ കൊണ്ട് കാണിക്കാമെന്ന് പറഞ്ഞ് എന്നെ കൊണ്ടുവന്നെ കാണിക്കാനായിട്ട്. ഇവിടെ വന്ന് ഇത്രയും വർഷത്തിനകം ആറാട്ട് കട ആദ്യമായിട്ട് കാണുന്നത് ഇപ്പോഴാട്ടോ. ദൂരെ ഇങ്ങനെ വണ്ടി പോകുമ്പോഴൊക്കെ എണ്ണം കാണിച്ചു തന്നിട്ടുണ്ട്, ഇതാണ് ആറാട്ട് കട വന്ന്. പക്ഷേ ഇങ്ങനെ അടുത്ത് കാണുന്ന ഇതാണ്, അതാണ് കല്ലടയാർ. അവിടെ ഇങ്ങനെ ഓലയൊക്കെ വെച്ച് കെട്ടി വെച്ചേക്കുന്നുണ്ടോ, അവിടെയാണ് അമ്മ കുളിക്കുന്ന ഭാഗമായിട്ട് വരുന്നത് എന്നൊക്കെയാണ് പറഞ്ഞു തന്നെ. അപ്പോഴേക്കും 10:30 മണിയായിട്ടുള്ളായിരുന്നു ആറാട്ട് അവിടെ എത്താനായിട്ട്. ഇനിയും ഒരുപാട് സമയം എടുക്കുക. അപ്പോൾ അത്രയും നേരം വെയിറ്റ് ചെയ്യാൻ വയ്യാത്തത് കൊണ്ട് നമ്മൾ പിന്നെ വീഡിയോ ഒക്കെ എടുത്തിട്ട് വീട്ടിലോട്ട് പോരുന്നേ. അടുത്ത വർഷമെങ്കിലും ആറാട്ട് മൊത്തവും കാണാനുള്ള ആരോഗ്യം എനിക്ക് തരണേ അമ്മയെന്ന് ഞാൻ വൃത്തിയായിട്ട് പ്രാർത്ഥിച്ചിട്ടായിരുന്നു കേട്ടോ പോരുന്നത്. അപ്പോൾ നമ്മുടെ ചിറ്റുമല അമ്പലത്തിലെ ഉത്സവ വീഡിയോകൾ ഇവിടെ അവസാനിക്കുകയാണ്. പുതിയ വീഡിയോ മെറ്റത്തെ അതുവരേക്കും ടാറ്റാ ബൈ ബൈ.